അങ്ങനെ നമ്മുടെ സ്കാൻഡിനേവിയൻ ട്രിപ്പിലെ രണ്ടാമത്തെ രാജ്യമായ സ്വീഡനിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. ഈ കാൾസ്റ്റഡ് സിറ്റി ആ കുഞ്ഞു ടോയ് ട്രെയിനിലിരുന്ന് ഫുള്ള് ഇങ്ങനെ കറങ്ങി കാണുകയാണ്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളും കുറേ ലേക്കുകളും കണ്ടോ, നല്ല പിങ്ക് കളറിൽ നിറയെ പൂക്കളുള്ള ചെറിയ ബ്ലോസം മരങ്ങളും വുഡൻ ഹൗസസൊക്കെ കണ്ട് നല്ല മനോഹരമായൊരു യാത്രയായിരുന്നു കേട്ടോ ആ ടോയ് ട്രെയിനിലൂടെയുള്ള സിറ്റി ടൂറ്. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അവിടുത്തെ റോഡുകളും വഴിയോരങ്ങളും ഒക്കെ കാണാൻ തന്നെ നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോകും. പ്രത്യേകിച്ച് ഒരു പാർക്കിലൊന്നും പോകേണ്ട കാര്യം തന്നെയില്ല, എവിടെ നോക്കിയാലും ഭംഗിയാണ് കേട്ടോ. ആ ലേക്കൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. അതിൻ്റെ സൈഡിലുള്ള മരങ്ങളും അവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ വുഡൻ ടൈപ്പാണ് കേട്ടോ. ഫുള്ള് ഒരേ ഒരു കളർ തീമിൽ ഒരുപാട് ബിൽഡിങ്സ് നിൽക്കുന്നു. ഒരുപാട് നല്ല ചുവന്ന ഇലകളുള്ള നല്ല റെഡിഷ് ആയിട്ടുള്ള മരങ്ങളും കുറേ ചെറിയ ബ്ലോസംസും ഒക്കെ കണ്ടു കേട്ടോ. അങ്ങനെ കാൾസ്റ്റഡിലെ നമ്മുടെ അവസാനത്തെ ലഞ്ചാണ്. ഏഷ്യാറ്റിക് ബുഫേ എന്ന് പറഞ്ഞ് ഒരു മാളിനകത്തുള്ള ഒരു ബുഫേ ലഞ്ചാണ് കേട്ടോ ഇന്ന് കഴിക്കണത്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ബുഫേ ആയിരുന്നു. ഏഷ്യൻ ഫുഡായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഉണ്ട്, പിന്നെ നമ്മളെ ഈ KFC സ്റ്റൈലിലുള്ള സ്ട്രിപ്സൊക്കെ ഉണ്ട്, പിന്നെ ജാപ്പനീസ് സ്റ്റൈലിലുള്ള ഒരുപാട് സുഷി ഐറ്റംസ് ഉണ്ട്, പിന്നെ കണ്ടോ ഒരുപാട് സാലഡ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ബേക്ക്ഡ് ബീൻസ് കണ്ടോ. ഇവരുടെ ഈ മസ്കമെലൺ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഓറഞ്ച് തന്നെ പല പല കളറിൽ സ്റ്റീംഡ് റൈസ് ഉണ്ട്, ന്യൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ നമ്മളെ സ്പ്രിങ് റോൾസ്. അവിടെ യൂറോപ്പിൽ എവിടെ പോയാലും നമുക്ക് സ്റ്റാർട്ടറായിട്ട് സ്പ്രിങ് റോൾ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് പല പല കളറിലുള്ള റെഡും സോസുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സാമ്പൽ, നമ്മൾ ബാലിയിലൊക്കെ ഫേമസ് ആയ സാമ്പലും ചില്ലി സോസും, കുറേ ടൈപ്പ് ചിക്കണും മട്ടണും, പിന്നെ പോർക്ക് വേണ്ടവർക്ക് പോർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മോമോസ് ഉണ്ട്, മോമോസും അതുപോലെ ഒരുപാട് ഷോപ്പുകളിൽ നമുക്ക് ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ യൂറോപ്പിൽ പോയപ്പോൾ കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസ് ആയിരുന്നു, സ്റ്റീംഡ് മോമോസ്. അങ്ങനെ നമ്മൾ ഗ്രാൻഡായിട്ട് ഫുഡൊക്കെ കഴിച്ചു. വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ഗോപിയും അങ്ങനെ കുറേ വെജ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രഞ്ച് ഫ്രൈ ഒക്കെ. പിന്നെ നൂഡിൽസും ഫ്രൈഡ് റൈസൊക്കെ അധികം വെജായിരുന്നു, അതുകൊണ്ട് വെജിറ്റേറിയൻസിനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കണും പിന്നെ ഫിഷ് നഗ്ഗറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലായിടത്തും നല്ല ഗ്രാൻഡായിട്ട് തന്നെ നമ്മളെ സ്വീഡനിലെ അവസാനത്തെ ലഞ്ച് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ആ മസ്കമെലണൊക്കെ എടുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചു കേട്ടോ. ഭയങ്കര സോഫ്റ്റായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഓറഞ്ചും അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ചു, കണ്ടില്ലേ. പിന്നെ ഡ്രിങ്ക്സ് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. 7 അപ്പോ സ്പ്രൈറ്റോ കോഫിയോ അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള ഒരു ചെറിയ സെറ്റപ്പ് ആണെങ്കിലും നല്ല ആംബിയൻസ് ഉള്ള നല്ല കൊട്ടയൊക്കെ വെച്ച ലൈറ്റുകളൊക്കെ ആയിട്ട് ഒരു നല്ല പെക്യൂലിയർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ ലഞ്ചും കൂടി കഴിച്ചിട്ട് പിന്നെ നമ്മൾ നോർവേയിലേക്ക് പുറപ്പെടുകയാണ്. ബസ്സിൽ തന്നെയാണ് നമ്മളിന്ന് നോർവേയിലേക്ക് പോകുന്നത്. ഒരു 6-7 മണിക്കൂറുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ നോർവേയിൽ നമ്മൾ ഓസ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹോട്ടലൊക്കെ ഉള്ളത്. അവിടെയാണ് ഇന്ന് നൈറ്റ് സ്റ്റേ കേട്ടോ. ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ 6-7 മണിക്കൂറൊന്നും നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് അറിയുകയില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സും നല്ല റോഡുകളുമാണ്. അതുപോലെ തന്നെ ഈ യാത്രയിൽ 2 മണിക്കൂർ കൂടുമ്പോൾ അരമണിക്കൂർ ഒരു റെസ്റ്റ് സ്റ്റേഷനിൽ നിർത്തും. അത് എല്ലാ യൂറോപ്യൻ കൺട്രീസിലുള്ള ഒരു റൂളാണ്. ഡ്രൈവറെ ഓവർ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടി കേട്ടോ. നമ്മൾ ഈ പാരീസ് സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് പണ്ട് പോയിരുന്നു, അതിലും ഇതുപോലെ തന്നെയായിരുന്നു. ലോങ് ജേർണീസൊക്കെ മാക്സിമം 2 ഹവേഴ്സേ പറ്റൂ. അത് കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് റെസ്റ്റാണ് ഡ്രൈവർക്ക്. അപ്പോൾ നമുക്കും വേണമെങ്കിൽ അവിടെ വാഷ്റൂംസും അതുപോലെ റെസ്റ്റോറൻറ്റ്സും കഫേസൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് അവർ നിർത്തുക. അങ്ങനെ നമ്മൾ കുറേ യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നോർവേയിൽ ഓസ്ലോയിലെത്തിയപ്പോൾ തന്നെ ഒരുപാട് ചെറി ബ്ലോസംസ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് നമുക്ക് ഓസ്ലോ ടൗണിൽ കണ്ടു കേട്ടോ. പിന്നെ കുറേ ഷോപ്പുകളും ഒക്കെ ഉള്ളൊരു ഏരിയയാണിത്. അവിടെ നമുക്ക് കുറച്ച് നേരം ഓസ്ലോയിൽ അവിടെ നിർത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു കേട്ടോ. അങ്ങനെ ഒരുപാട് ചെറിയ ബ്ലോസംസ് പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ആ മരങ്ങളുടെ അടിയിലൊക്കെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കുറേ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഒരു പാർക്ക് പോലത്തെ സ്ഥലമുണ്ട് കേട്ടോ. അതിലിങ്ങനെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ നോക്കാൻ കുറേ ടീച്ചേഴ്സും ഒക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഓസ്ലോ സിറ്റിയൊക്കെ ഒന്ന് ഫുള്ള് കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. അങ്ങനെ അന്നത്തെ നമ്മുടെ ഡിന്നർ ഹോട്ടലിൽ തന്നെയായിരുന്നു. ഒരു സെറ്റ് മെനു ആയിരുന്നു, ബുഫേ ആയിരുന്നില്ല. ഒരു 3 കോഴ്സ് ആയിട്ടുള്ള സെറ്റ് മെനു. നമ്മളെല്ലാവരും സീറ്റിലിരുന്നതിന് ശേഷം അവർ സ്റ്റാർട്ടർ കൊണ്ടുവന്നു കേട്ടോ. ഒരു കട്ട്ലറ്റൊക്കെ പോലെയുള്ള ഒരു വെജിറ്റേറിയൻ സ്റ്റാർട്ടറാണെന്ന് അവർ പറഞ്ഞ പൊട്ടറ്റോ ഒക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ലീവ്സും കുറേ സോസും ഒക്കെ ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു പൊട്ടറ്റോ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. പിന്നെ മെയിൻ കോഴ്സ് വന്നത് ഇതായിരുന്നു, വലിയൊരു ഡക്കിൻ്റെ ലെഗും കുറച്ച് ബോയിൽഡ് പൊട്ടറ്റോസും ബ്രൊക്കോളിയൊക്കെ. അത് അങ്ങനെ ഏകദേശമൊക്കെ അങ്ങോട്ട് കഴിച്ച് തീർത്തു എന്ന് പറയാം. പിന്നെ നമുക്ക് ലാസ്റ്റ് വന്നത് നല്ലൊരു ചീസ് കേക്കായിരുന്നു ഡെസേർട്ടായിട്ട് വന്നത്. അതിൻ്റെ മുകളിലൊരു ലീഫും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല കിടിലനായിരുന്നു.
എന്തായാലും ഡിന്നറിന് വെറും ഡക്കിൻ്റെ ലെഗും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റ് മെയിൻലി ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ഒരു പൊട്ടറ്റോ പുഴുങ്ങിയത് മാത്രമേ കിട്ടിയുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ വിഷമം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അന്ന് നമ്മൾ കിടന്നുറങ്ങി. രാവിലെ നമുക്ക് അവിടെ തന്നെ ഹോട്ടലിൽ തന്നെ ആയിരുന്നു കേട്ടോ, ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കോഫി മേക്കർ ഉണ്ട് ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉണ്ടാവുന്ന പോലെ. പിന്നെ കുറേ മീറ്റുകൾ ഇങ്ങനെ സാൽമൺ ഫിഷും ഒക്കെ ഇങ്ങനെ റോ ആയിട്ടിരിക്കുന്ന പോലെ അതൊന്നും കഴിക്കാൻ പോയില്ല. പിന്നെ കുറേ ടൊമാറ്റോസും കുറേ കുക്കുംബറും ഒക്കെ ഉള്ള സാലഡ്. പിന്നെ അവരുടെ മീറ്റും ഹാമും ഒക്കെ ഇങ്ങനെയാണല്ലോ, കണ്ടാൽ നമുക്ക് ഭയങ്കര റോ ആയിട്ടുള്ള ഫീലിംഗ് ആയതുകൊണ്ട് എടുക്കാൻ പോയില്ല കേട്ടോ. പിന്നെ കുറച്ചിങ്ങനെ ഗ്രിൽഡ് ടൊമാറ്റോസും കുറച്ച് ചെറിയ ബേബി പൊട്ടറ്റോസ് ബേക്ക് ചെയ്തത്, സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ട്, ബോയിൽഡ് എഗ് ഉണ്ട്, മഷ്റൂംസ് ഗ്രില്ല് ചെയ്തതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയാണ് മെയിൻ കോഴ്സായിട്ട് നമ്മൾ എടുത്തത് കേട്ടോ. 2 ചെറിയ ബേബി പൊട്ടറ്റോസ് എടുത്തു. പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും ഒക്കെ എടുത്തു. ബുൾസായി വേണ്ടവർക്ക് ബുൾസായി ഉണ്ട് കേട്ടോ. പിന്നെ ബേക്കൺ, ആ പോർക്കിൻ്റെ ഐറ്റം, പിന്നെ ചിക്കൻ സോസേജ്, ബേക്ക്ഡ് ബീൻസും പിന്നെ ഓട്സ് മീലൊക്കെയാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ ഒരുപാട് നട്ട്സ് ഉണ്ട്. പിന്നെ ഓട്സിൻ്റെയും കുറേ സീരിയൽസും മൾട്ടി ഗ്രെയിൻസിൻ്റെ ഒക്കെ കുറേ ബിസ്ക്കറ്റ്സും അങ്ങനെ കുറേ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. വൈറ്റമിൻ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ടിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള ഒരു ജ്യൂസ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്മൂത്തീസ് ഉണ്ട്. പിന്നെ ചിയാ സീഡൊക്കെ ഇട്ട ഒരു ഡെസേർട്ട് ഉണ്ട് കണ്ടോ. ചിയാ പുഡിംഗ് ഉണ്ട്. കുറേ ട്രോപ്പിക്കൽ സ്മൂത്തീസ് എന്ന് പറഞ്ഞിട്ട് ബെറി സ്മൂത്തീസും അങ്ങനെ കുറേ സ്മൂത്തീസും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായി തോന്നി കേട്ടോ. പിന്നെ കുറച്ച് ക്രോയിസൻസും ഈ ഫ്രഷ് ജ്യൂസുകളും ഫ്രഷ് ആയിട്ടുള്ള കോഫി ടീ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ കോഫി മേക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻഫ്യൂസ്ഡ് വാട്ടർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ന്യൂട്രലയും ഒക്കെ ആക്കിയിട്ട് ക്രോയിസൻ്റ് എടുത്തു. ഈ എഗ്ഗിൻ്റെ ബൗൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എഗ്ഗ് വെക്കാനായിട്ടുള്ള ബോയിൽഡ് എഗ്ഗ് വെക്കാൻ ഒരു കുഞ്ഞ് ബൗൾ, കറക്റ്റ് എഗ്ഗ് ഫിറ്റ് ചെയ്യുന്ന സൈസിൽ കേട്ടോ. അങ്ങനെ നമ്മൾ ന്യൂട്രലിലേക്ക് പുരട്ടിയ ക്രോയിസൻ്റൊക്കെ കഴിച്ചു. കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചു. പിന്നെ ഈ ഫ്രഞ്ച് ബ്രെഡ്, നമ്മൾ ഫ്രാൻസിലൊക്കെ ഉള്ള പോലത്തെ ആ ബ്രെഡ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും നമുക്ക് കാണാം, അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ടൈപ്പിലുള്ള ബ്രെഡ് കേട്ടോ. പിന്നെ കുറേ ഓട്സും ചീയൊക്കെ ഇട്ട കുറേ പപ്പടം പോലത്തെ ഐറ്റംസും. പിന്നെ ഈ ഹോട്ട് വാട്ടറും ഒക്കെ ഡിസ്പെൻസറൊക്കെ പുറത്ത് കോമൺ ഏരിയയിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് വേണ്ട ജ്യൂസുകളും കുറച്ച് ടിൻഡായിട്ടുള്ള ഡ്രിങ്ക്സും ഒക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അംബ്രലയൊക്കെ നമുക്ക് വേണമെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും എല്ലാ ഹോട്ടൽസിലും കേട്ടോ. ഒരുവിധ ഹോട്ടൽസിലൊക്കെ ഇങ്ങനെ എൻട്രൻസിൽ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു ഗേറ്റാണ്. നമുക്ക് ലഗേജൊക്കെ കൊണ്ട് ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചിപ്സ്, സ്നാക്സ്, അങ്ങനത്തെ സാധനങ്ങൾ, ഈ ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ പേ ചെയ്തിട്ട് കിട്ടും കേട്ടോ. കാർഡ് വെച്ചിട്ട് പേ ചെയ്തിട്ട് കിട്ടും. പിന്നെ കളിക്കാൻ വേണ്ടി ഒരു ബോളൊക്കെ ഇടാൻ പറ്റിയ ഒരു ചെറിയ പ്ലേ സെക്ഷനൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട അംബ്രല്ല റെൻറ്റിന് എടുക്കാനുള്ളതാണ്. നമുക്ക് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ അംബ്രല്ല റെൻറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഓസ്ലോ ഒക്കെ കറങ്ങി. ഓസ്ലോയിലെ സിറ്റി ഹാളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ഫ്രണ്ടിലുള്ള ഗാർഡനാണ് കേട്ടോ. സിറ്റി ഹാളിൻ്റെ ഫ്രണ്ടിലുള്ള നല്ല അടിപൊളി ഗാർഡനാണ്. ഫുള്ളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. നല്ല ഗ്രീൻ കളറിൽ നല്ല യെല്ലോ പൂക്കളം നിറയെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ പച്ചയും മഞ്ഞയും കൂടിയുള്ള ആ കോമ്പിനേഷൻ ഭയങ്കര സൂപ്പർബായിരുന്നു കേട്ടോ. ഉള്ളിലെ പോലെ അതുപോലെ മഞ്ഞയും വയലറ്റും പൂക്കളിങ്ങനെ റൗണ്ടിലിങ്ങനെ മിക്സ് ചെയ്തുണ്ടാക്കിയേക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു പാലസിൻ്റെയും സൈഡാണിത്. പാലസിൻ്റെയും സിറ്റി ഹാളിൻ്റെയൊക്കെ സൈഡിലുള്ള ഗാർഡനാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളി ആയിട്ട് നല്ല കീപ്പ് ചെയ്തിട്ടുണ്ട് അവർ. നന്നായിട്ട് പൂക്കളൊക്കെ നല്ല ഒരേ നിരയിൽ കട്ട് ചെയ്ത് നിർത്തിയ ലോണുകളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സിറ്റി ഹാൾ കാണലാണ് അടുത്ത പരിപാടി. നമുക്കൊരു ഗൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സിറ്റി ഹാളിൻ്റെ എൻട്രൻസ് ആണിത്. വലിയൊരു ക്ലോക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാഗൊക്കെ ചെക്ക് ചെയ്യും അവർ. എന്നിട്ടാണ് ഉള്ളിൽ കയറ്റുന്നത്. ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന പോലെ. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സിറ്റി ഹാളിൻ്റെ ഉള്ളിൽ കയറി. ഫുള്ളിങ്ങനെ കൊത്തുപണികളൊക്കെ, മൊത്തം കൊത്തുപണിയും പെയിൻറ്റിങ്സും ആണ് കേട്ടോ. വാള് ഫുള്ള് പെയിൻറ്റിങ്സാണ്. കംപ്ലീറ്റ് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അതിൻ്റെ വാളും ഫ്ലോറും ഒക്കെ. അവിടെ ഇപ്പോഴും കുറേ ഫങ്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. പണ്ട് കിങ്ങിൻ്റെയും ക്വീൻ്റെയൊക്കെ കാലത്തും അവിടെ വലിയ റോയൽ ഫങ്ഷൻസൊക്കെ നടന്നിരുന്നൊരു ഹാളാണ്. ഇന്നിപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി ഒരു പാർട്ടി, ഒരു വെഡ്ഡിങ് ഡ്രസ്സിലൊക്കെ ഒരു കപ്പിൾ നിൽക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇപ്പോഴും അവിടെ ഫങ്ഷൻസൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. ചുമരിലൊക്കെ നല്ല ഭംഗിയിലുള്ള പെയിൻറ്റിങ്സാണ്, കണ്ടില്ലേ. നമ്മളെ ഗൈഡ് ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. അതിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ലേക്ക് കാണാം കേട്ടോ. ഫുള്ളിങ്ങനെ ലൈറ്റുകൾ, ഇങ്ങനെ വലിയ വലിയ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റീവായിട്ട് തൂക്കിയിട്ടുണ്ട്. ഫുള്ള് ഹോള് കംപ്ലീറ്റ് ഇങ്ങനെ കാലിയായി കിടക്കുകയാണ്. താഴെയൊന്നും സീറ്റിങ്സും ഒന്നുമില്ല. മുകളിൽ ഫുഡ് ഏരിയയിലൊക്കെ മാത്രമേ നമുക്ക് സീറ്റിങ്സൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക നമ്മുടെ നാട്ടിലെ മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ പോലത്തെ കുറേ സ്റ്റോറികൾ, ഇവിടുത്തെ പഴയ സ്റ്റോറികളെല്ലാം ആണത്ര ഇതിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ഞങ്ങളെ ഗൈഡ് പറഞ്ഞത്. മുകളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ആ പണ്ടത്തെ കിങ്ങിൻ്റെയും ക്വീനിൻ്റെയും ഒക്കെ വലിയ പിക്ചറൊക്കെ അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഇങ്ങനെ ഓരോരോ സ്റ്റോറികളാണത്രേ അവിടെ കംപ്ലീറ്റ് ചുമരിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ആ സിറ്റി ഹാളൊക്കെ ഫുള്ള് കണ്ടു.
അങ്ങനെ ഈ സിറ്റി ടൂറൊക്കെ ഓസ്ലോൻ്റെത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി അവിടുത്തെ പോളാർ ഫ്രാം മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഈ പോളാർ എക്സ്പെഡീഷനൊക്കെ നടത്തിയിരുന്ന കപ്പൽ, അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഷിപ്പ്, ഫ്രാം എന്ന് പറഞ്ഞൊരു ഷിപ്പുണ്ട്. ആ ഷിപ്പും അതിൻ്റെ ഉള്ളിൽ അന്ന് അവർ കൊണ്ടുവരുന്ന സാധനങ്ങളും അന്ന് എന്തെല്ലാം സെറ്റപ്പ് ഉണ്ടായിരുന്നോ അതൊക്കെ അതുപോലെ പ്രിസേർവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഷിപ്പിനെ കാണാനുള്ള ഒരു മ്യൂസിയമാണ് പോളാർ ഫ്രാം മ്യൂസിയം. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണ കേട്ടോ. ഓസ്ലോയിലുള്ള പോണ വഴിയൊക്കെ ഫുള്ള് കുറേ ഗ്രീനറികളും ഇതുപോലത്തെ വുഡൻ ഹൗസുകളും ഒക്കെ കണ്ട് വഴി ഫുള്ള് ഭംഗിയാണ്. എവിടെ നോക്കിയാലും ഭംഗിയാണ് ഈ നോർവേയിലൊക്കെ കേട്ടോ. ഈ ചുറ്റും നമ്മൾ എവിടെ നോക്കിയാലും പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ഒരു ഗാർഡനോ ഒന്നും വേണമെന്നില്ല, എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഫ്രാം മ്യൂസിയത്തിലെത്തി കേട്ടോ. ഫ്രാം മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ക്യൂ ഉണ്ട് എൻട്രൻസിൻ്റെ സൈഡിൽ. ഒന്നായിട്ട് ഗ്രൂപ്പ് ടിക്കറ്റ് എടുത്തിരുന്ന കാരണം നമുക്ക് എൻട്രി ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മുടെ വലിയൊരു ഷിപ്പാണ് കേട്ടോ കണ്ടത്. ഫ്രാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവർ വലിയൊരു ഷിപ്പ്, ഒരു പോളാർ എക്സ്പെഡീഷൻ നടത്തിയിരുന്ന ഷിപ്പാണ്. ആർട്ടിക്കും അന്റാർട്ടിക് സോൺസിലേക്കൊക്കെ എക്സ്പെഡീഷൻ നടത്തിയത്. അങ്ങനെ എക്സ്പെഡീഷൻസിൻ്റെ കുറേ പിക്ചേഴ്സും അതിൻ്റെ കുറേ ഡീറ്റെയിൽസുള്ള മാപ്പുകൾ ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയ ഷിപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ പല പല ലെയറിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് ഇങ്ങനെ അവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊരു 3D ആയിട്ട് കടലിലുള്ള ആ ഫീൽ കിട്ടും അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഉള്ളിൽ കയറി നമ്മൾ കുറേ കണ്ടു കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ അവർ ജീവിച്ച രീതികളും അന്ന് ആ എക്സ്പെഡീഷന് കൊണ്ടുപോയ ഫുഡ്, സ്റ്റോറേജ് ആയിട്ട് ചെയ്ത കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഫുള്ള് ഇങ്ങനെ ഗാർഡനും ഒരു ലേക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ആ എക്സ്പെഡീഷന് പോയ 5 ആളുകളുടെയും പ്രതിമകളൊക്കെ ആ ലേക്കിൻ്റെ തീരത്ത് ഈ ഫ്രാം മ്യൂസിയത്തിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെയൊക്കെ കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. കുറേ ആ ലേക്കിൻ്റെ തീരത്ത് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാനും നല്ല ക്ലൈമറ്റുമാണ്, നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഓസ്ലോയിൽ തന്നെയാണ് നൈറ്റ്ലെസ്സിലെ സ്റ്റേ ഉള്ളത്. അപ്പോൾ നാളെ നമ്മൾ ബാക്കി ഓസ്ലോ വിശേഷങ്ങളായി കാണാം.